നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് കിള്ളിക്കടുത്തുള്ള മയിലേക്കോണം എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു 31-കാരന്റെ മൃതദേഹം കിണറ്റിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിൽ വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ആ വീടിനരികിൽ നമ്മൾ എത്തിയിരുന്നു. അവിടെ മരണ വീട്ടിൽ സന്ദർശിച്ച ശേഷം മടങ്ങി വന്ന ചില നാട്ടുകാർ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. വളരെ വേദനയോടെയാണ് അവരും പ്രതികരിക്കുന്നത്. ആ കുടുംബത്തിന്റെ നിലവിലെ അവസ്ഥയോർത്ത് അവർക്കും വളരെയധികം വേദനയുണ്ട്. എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. 2-3 അമ്മമാർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അമ്മേ, അനീഷിനെ പരിചയമുണ്ടോ? പരിചയല്ലേ? ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് തോന്നുന്നത്? നമുക്കൊന്നും അറിഞ്ഞില്ല. വിളി കേട്ടു ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. നമ്മളിങ്ങ വന്നില്ല, ഇന്നാണ് വന്നത്. ആ റോട്ടിൽ നിന്ന്, നമ്മളെ വീട് ആ റോഡ് സൈഡ് ജിമ്മുള്ള വീടാണ് നമ്മളെ വീട്. അവിടെ നിന്നല്ലാതെ ഒരു വിശേഷം നമുക്കറിഞ്ഞൂടാ. നമ്മളെ കൂടെ ഇവിടെ വന്ന് 2 കൊച്ചുങ്ങളായി. ഇതുവരെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങ് പോണാണ് ഒരു സംസാരമോ മറ്റുള്ള ഒരു വിഷയവും ഇല്ല. ഇത്രയും അറിയാന്നുള്ള ആൾക്കാരാണ് നമ്മളെ മുഖത്ത് കഴിഞ്ഞത് തന്നെ. പക്ഷെ ഈ പയ്യൻ നമ്മളെ മുഖത്ത് നോക്കുകയോ എന്തെന്ന് ചോദിക്കുകയോ മിണ്ടയോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കാണുമ്പോൾ കൊച്ചുങ്ങളെ പിടിച്ചോണ്ട് പോണതോ അവളെ കൂടെ പോണതോ ഒക്കെ കാണുന്നില്ല. സന്ധ്യം തന്നെ ഈ കൊച്ചിനെ അവള് ജോലിക്ക് പോകണോണ്ട് മേച്ചുണ്ടൊക്കെ നടക്കണം. അതേ നമുക്കറിയാം. ഇവിടെ ഒരു പ്രശ്നങ്ങളോ വഴക്കളോ അടികളോ ഒന്നും കേൾക്കണം നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ അങ്ങ് കിടക്കണ ഇവിടെ സംഭവം ഒന്നും കേട്ടിട്ടില്ല. പിന്നെ അവന് ആമക്കളില്ല, 2 പെൺപിള്ളേർ ഉണ്ട്. ഈ കൊച്ചിന് ഇവക്ക് 2 ആമക്കള്. മരിച്ച കൊച്ചിന് 2 ആൺപിള്ളേർ, 3 വയസ്സും 4 വയസ്സും ഒക്കെ ആവേ ഉള്ളു പ്രായങ്ങള്. പിന്നെ അവളെ ചേച്ചി അങ്ങനെ 2 പെണ്ണുങ്ങളാണ് ആ സന്ധ്യാനുള്ളത്. 2 ആമക്കള്. ആമക്കള്. ഒന്ന് നേഴ്സറി പോണെന്ന് തോന്നുന്നു. അത്ര അല്ല നമുക്ക് ഭാര്യ വീട് നേഴ്സറി അവിടെ മെഡിക്കൽ കോളേജിൽ നേഴ്സ്. പേരെന്തിനാ ഇതൊക്കെയാണെങ്കിൽ പെണ്ണിന്റെ പേരെന്തിന്? അനീഷ് ജോലിക്ക് പോണ് കുളത്തുമ്മ സ്കൂളിന്റെ അവിടെയാണ്, കാട്ടാക്കട. അങ്ങോട്ടാണ് അവന് വാസം. അവന്റെ കുടുംബ വീടൊക്കെ അവിടെയാണ്. അപ്പൊ അവിടെയാണ് അവൻ ജോലിക്ക് പോണതും വരണതും പിടിക്കുന്നതും വരണതും എല്ലാം. അതൊക്കെ നമുക്കറിയാവൂ, അല്ലാതെ വേറെ ഒരു ചരിത്രവും നമുക്കറിയാം. അതും ഇന്നലെ രാവിലെയാണ് നമ്മൾ അറിയുന്നത്. എന്റെ മോള് പാല് വാങ്ങിക്കാൻ പോയപ്പോഴും ഫോണിലൊക്കെ കിടക്കണു. പിന്നാരെ കണ്ടില്ല. സ്വപ്പ കഴിഞ്ഞപ്പോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ മോൻ ജിമ്മിന്ന് ഇറങ്ങി ഓടണം. എന്താണെന്നിട്ട് ശശിയണ്ണന്റെ ഇളയ മരുമോൻ കിണറ്റിനകത്ത് കിടക്കണു എന്ന് പറയുന്നത്. അങ്ങനെ പോണു. ഒരു 2 ആംബുലൻസ് വരണുണ്ട്. സംഭവങ്ങളൊക്കെ ആയി. നമ്മൾ പുറത്തൊക്കെ നിന്ന് കണ്ടു. ഇതൊക്കെ നമുക്കറിയാം. വേറെ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളെ കേൾവിയിലും ചെവിയിലും കേട്ടിട്ടില്ല. നമുക്ക് മക്കളുണ്ട്, മരുമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ട്. നമുക്ക് ആരെ കാര്യവും കാണാത്തത് കണ്ടെന്ന് പറയാനും കേൾക്കാത്തത് കേട്ടു എന്ന് പറയാനും നമ്മൾ ബാധ്യതക്കാരല്ല. നിങ്ങൾ ചോദിച്ചു. എൻ്റെ പിള്ളയെ പോലെ ഇളയ മൂന്നത്തെ മോൾക്ക് 46 വയസ്സായി. ആ മോളെ പോലെ അതിൻ്റെ ഇളയത് എൻ്റെ മോന് 41 വയസ്സായി, 4ാമത്തെ മോന്. അപ്പം അങ്ങനെ ഒരു സ്വഭാവ രീതിയിൽ സംസാരിച്ചെന്നുള്ളതേ ഉള്ളൂ. പഞ്ചായത്ത് കിണർ നമ്മളെല്ലാവരും കോരി കുടിച്ച കിണറാണ്. ഇപ്പം എല്ലാവർക്കും പൈപ്പ് വന്നപ്പം കിണർ ഇങ്ങനെ കിടക്കുന്നത്. ഉപയോഗിക്കാതായിട്ട് കുറെ നാളായി. എന്നാലും ഒരു 10-40 വർഷം വരും ഈ കിണർ വെട്ടിയിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മുമ്പേ അല്ല, അതിന് പിറകെ തന്നെ ഇങ്ങനെയൊക്കെ പോണു. ഇത്ര തന്നെ. ഇപ്പൊ ആരും കോരനില്ലാണ്ട് ഇങ്ങനെയൊക്കെ കിടക്കണം. എല്ലാവരും കപ്പിയും കയറും ഒക്കെ കൊണ്ടിട്ടാണ് ഒക്കെ കോരിക്കൊണ്ടൊക്കെ ചെയ്തത്. ഇപ്പൊ എല്ലാവരും വീടുകളിലും പൈപ്പായപ്പോ ഇങ്ങനെയുള്ള സമ്പ്രദായം കിണറ്റിന്ന് കോരക്കയില്ല. നമ്മൾ ഈ വരികയില്ല. ഒരു കാര്യത്തിന് വല്ല ഇതുപോലൊക്കെ ഉള്ള സംഭവത്തിനൊക്കെ വരും. ഇവിടെ ഈ ഒരു ഒറ്റപ്പെട്ട വീട്, ഇതൊരു വീട്. ഇവിടെ ആള് താമസമില്ല. അത് അവരുടെ മൂത്തം തന്നെ. അവിടെ ആള് താമസമുണ്ട്. ആ വീട്ടിലുള്ള ആ പെണ്ണ് നേരം നോക്കുമ്പോൾ ഒരു ദിവസവും മേച്ചറ ബസ് കിട്ടൂല. നമുക്ക് നടയിൽ കൂടെ മേച്ചറ ബസ് പോകും കിട്ടൂല. ഓടി ഇരച്ച് കിള്ളി ചെന്നാണ് പിന്നെ ബസ്സിൽ പോകണം. അങ്ങനെയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ഒരു ശല്യങ്ങളൊന്നുമില്ല. ആ പയ്യനെ കൊണ്ടുപോകും. നമുക്കാർക്കും ഒരു ശല്യമില്ല. ആ തന്തിയാനൊക്കെ നല്ല സ്നേഹമാണ്. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 മാസം നാളെ തികയുന്നു ഈ പയ്യൻ്റെ അച്ഛൻ. അപ്പൊ അങ്ങനെയൊക്കെ പോണോളാം. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പോ അവരൊക്കെ അനാഥരാകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണല്ലേ? അനീഷിന്റെ നമ്മുടെ അയൽവക്കുക ആണ്. പരിചയമുണ്ടോ? പരിചയമുണ്ട്. അപ്പോ അത് ഇപ്പൊ കുഞ്ഞുങ്ങൾ എത്ര വയസ്സുണ്ട്? കുഞ്ഞിന് മൂത്തേന് എത്ര വയസ്സായി? എന്റെ മോളാണ്. മോളെ ഭർത്താവാണ് ഈ കിണറ്റില് ഇടുന്ന് കിടന്നത്.
അവൾ മൂത്ത കൊച്ചിന് 7 വയസ്സാകാൻ പോകുന്നു. രണ്ടാമത്തെ കൊച്ചിന് 3.5 വയസ്സായില്ല. രണ്ടാം കുഞ്ഞുങ്ങള്. അവള് മെഡിക്കൽ കോളേജിലാണ് പിള്ളേർ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ 4 ദിവസം മെഡിക്കൽ കോളേജ് നേഴ്സാണ്. ICയിലാണ്. ഇവിടുന്ന് 2 പയ്യന്മാർ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയിട്ട് ആക്കിയെന്ന് പറഞ്ഞു. ആക്കിയെന്ന് ഇവിടെ നോക്കി 4 ദിവസമായിട്ടും പിള്ളയെ കാണാനില്ല. 4 ദിവസമായിട്ടും പിള്ളയെ കാണാനില്ല. ഞങ്ങൾ രാത്രി 12 മണിക്കൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിളപ്പിശാല കൊണ്ടുവന്ന് പരാതി കൊടുത്തപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നീ വേറെ ഒന്നും അറിയണ്ട, നമ്മളെ പഞ്ചായത്ത് കിണറ്റിൽ വന്ന് നോക്കെന്ന് പറഞ്ഞു. അമ്മ മിണ്ടായിരിക്കും, അങ്ങനെ ചെയ്യൂല, അനീഷ് അങ്ങനെ ചെയ്യൂല, എന്നെ വഴക്ക് പറഞ്ഞു. 4 ദിവസമായിട്ടും മക്കളെ ഇവിടെ കാണാനില്ല. എൻ്റെ പിള്ളെ 11:30 മണിയായപ്പോൾ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയി. 2 പയ്യന്മാർ ഒരു കൂട്ടുകാരന്മാർ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയിട്ട് വീട്ടിലെത്തിയിട്ടില്ല. വീട്ടിലെത്താതെ നമ്മൾ അത്രയും അന്വേഷിച്ചിരുന്നപ്പോൾ ഇവരെ മോള് ഏശാനിൽ ജോലിക്ക് പോവുകയാണ്. അവരെ കൊച്ചെന്തെന്നറിയാമോ, ഇവിടെ കിണറ്റിനകത്ത് എത്തി നോക്കിയപ്പോൾ അവള് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തിയിട്ട് ഇവർക്ക് ഒരു സംശയം പോലെ ഇങ്ങനെ എത്തി നോക്കിയപ്പോഴത്തേക്ക് കിടക്കുന്നു. അങ്ങനെ അവളെ മോളാണ് വിളിച്ച് ഇവരെ വീട്ടിലൊക്കെ അറിയിച്ചത്. അങ്ങനെ അറിയിച്ചിട്ടാണ് പിന്നെ ഇവരെല്ലാരും അറിയിച്ചു. പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചു. എല്ലാരും വന്നു. അപ്പോൾ നാട്ടുകാരിൽ ഒരാൾ, ആ മരണ വീട്ടിൽ പോയി മടങ്ങിയ നാട്ടുകാരിൽ ഒരാളാണ് നമ്മളോട് സംസാരിച്ചത്. ഒരു വീട്ടമ്മയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ഈ പറയുന്നത് പോലെ തന്നെ അനീഷിന്റെ ഭാര്യ വീടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വലിയൊരു പരിചയം അവർക്ക് അനീഷുമായിട്ടില്ല. അല്ലെങ്കിൽ ഈ അരുൺകുമാർ എന്ന അനീഷുമായിട്ട് അവർക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ കാണാറുണ്ട്. അതിൽ കൂടുതൽ ഒരു പരിചയം അവർക്കില്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ച് ഒരു വഴക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നോ നിലവിൽ അയൽക്കാർ എന്ന രീതിയിൽ അവർ കേട്ടിട്ടില്ല. പിന്നെ വളരെ വേദനാജനകമായ ഒരു വാർത്തയായിട്ട് തന്നെയാണ് അവരും ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ 2 മക്കളുണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ 31 വയസ്സുകാരൻ ഒരു വിവാഹമൊക്കെ കഴിച്ച് 2 കുഞ്ഞുങ്ങൾക്കായ ഒരു വ്യക്തി, ആ ഗൃഹനാഥൻ മരിക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു അനാഥത്വമാണ് ഇപ്പോൾ നിലവിൽ ആ കുടുംബം പേറുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വേദനയൊക്കെ നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ മരിച്ച അനീഷിന്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതിന്റെ ഒരു വേദനയിലാണ് അനീഷിന്റെ കുടുംബമായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് അനീഷിന്റെ മരണം സംഭവിക്കുന്നത്. അത് 2 മരണങ്ങൾ അടുപ്പിച്ചാകുമ്പോൾ അത് താങ്ങാനാകാത്ത ഒരു അവസ്ഥയിലാണ്, മാനസികാവസ്ഥയിലാണ് ആ കുടുംബം നിലവിലായിരിക്കുന്നത്. വളരെ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കിണറ്റിലാണ് അനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ദുരൂഹത ഉണ്ട് എന്ന് ആരോപിക്കുമ്പോൾ പോലും കാലുതെറ്റി വീഴാൻ യാതൊരു സാഹചര്യമില്ലാത്തൊരു കിണറാണിത്. അനീഷിന്റെ പൊക്കമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ല. കാല് തെറ്റി വീഴാനുള്ളൊരു സാഹചര്യം, ഇത്രയും പൊക്കമുള്ള ഒരു കൈവരി ഉണ്ട് ഈ കിണറിന്. അപ്പോൾ കാല് തെറ്റി വീഴാനുള്ള യാതൊരു സാഹചര്യമില്ല. ഇനി ഒരു സാധ്യത കാണുന്നത് ഇതിന് മുകളിൽ ഇരുന്നപ്പോൾ എങ്ങാനും മറിഞ്ഞു വീണതാണോ, അത്തരത്തിൽ ആണോ സംഭവിച്ചത് എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. എന്തായാലും കുടുംബം ഒരു ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ ആഴമുള്ള ഒരു കിണറാണ്. ഈ കിണറ്റിൽ നിന്നുമാണ് തിങ്കളാഴ്ച അനീഷിനെ കാണാതാകുന്നു. കുടുംബം അന്വേഷിക്കുന്നു, എവിടെ പോയി എന്ന ഒരു അന്വേഷണം ഉണ്ടാകുന്നു. തുടർന്ന് പോലീസിൽ ഇവർ പരാതി നൽകുന്നുണ്ട്. പരാതി നൽകി വ്യാഴാഴ്ച കഴിഞ്ഞ ദിവസമാണ് ഈ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത തുടരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുടുംബത്തിനൊരു ഒരു വളരെ വിഷമത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കുടുംബമായിരിക്കുന്നത്. തീർത്തും എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്നാലും വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ വീട്ടിലെ അംഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് അന്വേഷണം സംഭവിച്ചത്, ഈ കിണറ്റിൽ വെച്ച് രാത്രിയോടെ എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ബാക്കിയാവുന്നു. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിളപ്പിശാല പോലീസാണ് അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നത്. ഫോറൻസിക് സംഘം എത്തിയിരുന്നു, പരിശോധനയൊക്കെ നടത്തിയിരുന്നു, മറ്റു ശാസ്ത്രീയ തെളിവുകളൊക്കെ ശേഖരിച്ചിരുന്നു. അപ്പോൾ ഈ നേരത്തെ ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗശൂന്യമായ കിണറാണ്. ഒരു കാലത്ത് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന കിണർ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ആരും ഉപയോഗിക്കാത്ത ഒരു കിണറായി തന്നെ നിലനിൽക്കുകയാണ്. നല്ല ആഴമുള്ള കിണറാണ്. അവിടെയാണ് ആ മൃതദേഹം കണ്ടെത്തിയതെന്നതും പ്രധാനമാണ്. എന്തായാലും എന്ത് സംഭവിച്ചു അന്വേഷണം എന്ന ചോദ്യം അത്
ഉത്തരം കിട്ടുന്ന ബന്ധുക്കൾ വളരെ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ പോലും അവർക്ക് ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം കൂടിയാണ് അനീഷിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ. ഒരു 31 വയസ്സുകാരനെ കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിക്കടുത്ത് മൈലേക്കോണം എന്ന സ്ഥലത്താണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു. എന്താണ് സംഭവിച്ചത് അത് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. നാട്ടുകാരൊക്കെ മലയാളി വാർത്തയോട് ഇത്തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്.